Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, അപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്ട് ലാസ്റ്റ് ഭാഗം വരെയാണ് പഠിപ്പിച്ചു നിർത്തിയത് അല്ലെ? ആഴ്ച നോക്കിയായിരുന്നോ? പ്രസന്റേഷൻ വിസിബിൾ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മള് ജോബ് അനാലിസിസ് വരെയാണ് എടുത്തു നിർത്തിയത്. അതിലെ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ് അത് ജസ്റ്റ് പറഞ്ഞ് അല്ലെ, അതിന്റെ ഒരു കുറച്ച് പോയിന്റ്സ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിന്റെ ജസ്റ്റ് പറയാനുള്ളത്. ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അതിൽ എടുത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജോബ് അനാലിസിസ് നടത്തുക അല്ലെ, ഒരു ജോലി എന്താണെന്നുള്ളത്, ഏത് തരത്തിലുള്ള ജോലിയാണ്, ഇത് എത്രത്തോളം സമയം വർക്ക് ചെയ്യേണ്ട ജോലിയാണ്, അല്ലെങ്കിൽ എത്രത്തോളം റോ മെറ്റീരിയൽസ് വേണം, അങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഐഡിയാസും അല്ലെ, അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും. ഒപ്പം തന്നെ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയുള്ള വ്യക്തി അല്ലെ, സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ, ഏത് തരത്തിലുള്ള പ്രൊഫഷണൽ ക്വാളിഫൈഡ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എബിലിറ്റി ഉള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണെയാണ് ആ ജോലി ചെയ്യാനായിട്ട് കണ്ടെത്തേണ്ടത് അല്ലെ. അതാണ് പ്രധാനമായിട്ടും ജോബ് അനാലിസിസിൽ വരുന്നത് അല്ലെ. നമ്മൾ കണ്ടിരുന്നു ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ എന്താണ് നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഇന്നൊരു പൊസിഷൻ, ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ എടുക്കുക, ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് ലഭ്യമാക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആവാം. ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ അത്തരത്തിലുള്ള ആ ഒരു സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യോഗ്യരായ വ്യക്തികളെ കണ്ടെത്താനായിട്ടും എന്തൊക്കെ സാധനങ്ങൾ അവിടെ മോസ്റ്റ്ലി അല്ലെ അവിടെ സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ അറിവ് ലഭ്യമാക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം എല്ലാ തരത്തിലുള്ള പ്രോസസ്സും അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് ഒന്നും, ഇങ്ങനെ ഒരു അറിവില്ല എങ്കിൽ നമുക്കറിയാം അതിനനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. നമുക്ക് നോക്കാം, ഫസ്റ്റ് പ്രോസസ്സിൽ പറയുന്നത് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. Job analysis helps in determine what type of a person is required to perform a particular job. Okay, ആ ഒരു പ്രത്യേക ജോലി ചെയ്യാനായിട്ട് ഏത് തരത്തിലുള്ള പേഴ്സണെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ട് ജോബ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്കറിയാം, വിശകലനം ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള വ്യക്തികളെയാണ് കണ്ടെത്തേണ്ടതെന്ന് മോസ്റ്റ്ലി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, it points out the education qualifications, level of experience and technical, physical, emotional and personal skills required to carry out a job in desired fashion. Okay, നമുക്കറിയാം കൃത്യമായിട്ട് നേരത്തെ കൂട്ടി തീരുമാനിച്ചിരിക്കുന്ന രീതിയിൽ അല്ലെ, ഇന്ന ഒരു പ്രൊഫഷണൽ ടീച്ചറിന്റെ ക്വാളിഫിക്കേഷൻ അല്ലെ, ഇന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെ ഇത്തരത്തിലുള്ള ക്വാളിഫൈഡ് പേഴ്സണെയാണ് ഹൈസ്കൂൾ സെക്ഷനിലേക്ക് അയക്കേണ്ടത്, അല്ലെങ്കിൽ UP ലെവലിലുള്ള ടീച്ചേഴ്സിനെയാണ് കണ്ടെത്തുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് യോഗ്യതയായിട്ട്. കേസ് നമുക്കറിയാം, ഇങ്ങനെ ഒരു ഇതേമാതിരി തന്നെ സർവീസ് പ്രദാനം ചെയ്യുന്ന മാതിരി തന്നെ മറ്റൊരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് നമ്മൾ ഒരു പേഴ്സണെ കണ്ടെത്തുന്നതെങ്കിൽ ആ മെഷീനറി അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്തേണ്ടതായിട്ട് വരും അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ ശാരീരിക ആരോഗ്യമുള്ള പേഴ്സണെ കണ്ടെത്തേണ്ടതുണ്ടാവും. ചിലപ്പോൾ വൈകാരികമായിട്ട് അല്ലെ, നമുക്കൊരു എന്താണ് നഴ്സിംഗ് യൂണിറ്റിലൊക്കെ വരുമ്പോൾ അല്ലെ സെപ്പറേറ്റ് എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പ്രവേശിക്കുന്ന ഒരു നഴ്സിംഗ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അക്കാദമിക് ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ
then എക്സ്പീരിയൻസും അല്ലെ അതിനനുസരിച്ചിട്ട് ഇമോഷണൽ ആയിട്ടുള്ള പെട്ടെന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ പെട്ടെന്ന് ഒരു പേഴ്സണെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുമോ അല്ലെ അതൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള ജോലിക്ക് ആ പേഴ്സണേക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, അതെല്ലാം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു അല്ലെ ജോബ് അനാലിസിസ് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് എടുത്തു പറയുന്നത്. Okay, the objective is to put the right person at the right place. ഇതിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് പ്ലേസിൽ അല്ലെ ഏതാണോ വേക്കൻസി വന്നിരിക്കുന്നത് ആ വേക്കൻസിയിൽ യോഗ്യനായ വ്യക്തിയെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ജോബ് അനാലിസിസ് നടത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ യോഗ്യനായ വ്യക്തിയെ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ആ പോയിന്റിലേക്ക് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. അല്ലെ വിച്ച് ഇസ് ദ ഒബ്ജക്റ്റീവ് ഇസ് ടു അല്ലെ എന്താണ് ജോബ് അനാലിസിസിന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് പേഴ്സണെ റൈറ്റ് പൊസിഷനിൽ തന്നെ അല്ലെ പ്ലേസ്മെന്റ് ലഭ്യമാക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. എന്താണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്? പെർഫോമൻസ് അനാലിസിസ്. എന്താണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്? പെർഫോമൻസ് അനാലിസിസ് അല്ലെ. പെർഫോമൻസ് അനാലിസിസിൽ എന്താ പറയുന്നത്? ജോബ് അനാലിസിസ് ഈസ് ഡൺ ടു ചെക്ക് ഇഫ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ പെർട്ടിക്കുലർ ജോബ് ആർ മെറ്റ് ഓർ നോട്ട്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഏതൊരു ഓർഗനൈസേഷനിലും അതിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാവും അല്ലെ. അവിടെ അപ്പൊ തീർച്ചയായിട്ടും ഏതാണ് അവരുടേതായിട്ടുള്ള ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Then it helping deciding the performance standard, evaluation criteria and individual's output. ഓക്കെ, നേരത്തെ കൂട്ടി ഇന്ന പേഴ്സണെ കണ്ടെത്തുക അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഒരു ജോലിയെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി ഒരു ജോലി ഇന്ന ജോലിയാണ്, ഇന്നത്രയും ടാർജറ്റ് ആണ് അവിടെ അറ്റൻഡ് ചെയ്യേണ്ടത്, ഇന്ന ടൈമിനുള്ളിൽ ആ ടാർജറ്റ് അറ്റൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള നേരത്തെ കൂട്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡ് അവിടെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഒരു പേഴ്സണെ അല്ലെ ഏതൊരു വ്യക്തിയെയാണ് നിയമിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ അവരുടെ പ്രകടനം എത്രത്തോളം ഉണ്ട് അല്ലെ ആ പെർഫോമൻസ് നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഡിസൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു ഇതനുസരിച്ചിട്ട് അല്ലെ ഇത്രയും ടൈമിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ സ്റ്റാൻഡേർഡ് ഫിക്സേഷൻ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വ്യക്തികളുടെ പ്രകടനം താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും. Then on this basis, the overall performance of an employee is measured and he or she is evaluated accordingly. Okay, നമുക്കറിയാം അവരുടെ പെർഫോമൻസ് നന്നായിട്ട് തന്നെ വിലയിരുത്തിയിട്ട് അല്ലെ ചിലപ്പോഴൊക്കെ എന്താണ് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അല്ലെ വ്യക്തികളെ അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന് അത് ശരിയാണോ അല്ലെ അവര് ചെയ്തേക്കുന്നത് മാക്സിമം വർക്കാണോ ചെയ്തു എന്നത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വേണം? സ്റ്റാൻഡേർഡ് വേണം അല്ലെ. നേരത്തെ കൂട്ടിയുള്ള ഒരു ടാർജറ്റ് വേണം. ഇപ്പൊ ഒരു രോഗിയെ പരിശോധിക്കുന്നതാണെങ്കിൽ ഇത്രയും ഒരു പേഴ്സൺ ഇന്ന നഴ്സിന് ഇത്രയും പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നൊരു നേരത്തെ കൂട്ടിയൊരു ടാർജറ്റ് ഉണ്ടാവണം. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുന്നതാണെങ്കിൽ ഇത്രയും ഈ ഒരു എംപ്ലോയി ഇത്രയും പ്രൊഡക്ഷൻ ഇന്ന ദിവസത്തിൽ ഉത്പാദിപ്പിക്കേണ്ടതുണ്ട് അല്ലെ. നേരത്തെ കൂട്ടിയൊരു ടാർജറ്റ് ഉണ്ടാവണം. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അതനുസരിച്ചിട്ട് കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ അനാലിസിസ് നടത്തിയാൽ മാത്രമാണ് തീർച്ചയായിട്ടും എന്താണ് ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഫിക്സേഷൻ ഒക്കെ നടപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് പെർഫോമൻസുകളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, വിലയിരുത്താനും സാധിക്കും. ഓക്കെ അല്ലേ? സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണ്. തേർഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോയിന്റിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് ആക്ച്വലായിട്ട് ഉള്ള പെർഫോമൻസ് അവർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ തീർച്ചയായിട്ടും ആ പേഴ്സൺ ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് പറ്റാത്തത് അല്ലെ അത് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ജോബ് അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ് ഓഫ് എംപ്ലോയീസ്.
ഓക്കെ, അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ട്രെയിനിങ് അപാകത കൊണ്ടായിരിക്കാം, സ്പീഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തത് അല്ലെ. അങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് സംഘടിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇൻ കേസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ഓരോ എംപ്ലോയിയുടെയും സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അല്ലെ. നമുക്കൊരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവരുടെ അറിവ് അല്ലെങ്കിൽ നോളജ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, ആണോ? ട്രെയിനിങ് കിട്ടുമ്പോൾ ട്രെയിനിങ് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തിയുടെ കഴിവുകള് വികസിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇല്ലേ? കൊണ്ടുവരാൻ സാധിക്കില്ലേ? സാധിക്കോ? മെസ്സേജ് അയക്കാട്ടോ. ഓക്കെ, സാധിക്കും. അപ്പൊ അങ്ങനെ സാധിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും എന്താണ് അവര് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്. ചിലപ്പോൾ നമുക്കറിയാം അവരുടെ അലസത കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവര് ചിലപ്പോൾ സ്റ്റാൻഡേർഡ് വരെ വർക്ക് ചെയ്യാത്തത്. അങ്ങനെയുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ ചിലപ്പോ അവരുടെ കഴിവല്ലേ കുറച്ച് ട്രെയിനിങ്, ചിലപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വ്യക്തികളല്ലേ, ഫ്രഷേഴ്സ് ആണ് ജോലിക്ക് പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു എക്സ്പീരിയൻസിന്റെ കൂടി ആവശ്യകതയുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇങ്ങനെ ട്രെയിനിങ് പാക്കേജുകൾ, അപ്പൊ അവരുടെ എന്താണ് നോളജും അല്ലെങ്കിൽ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പെക്ടഡ് ആൻഡ് ആക്ച്വൽ ഔട്ട്പുട്ട് ഡിറ്റർമിൻസ് ദ ലെവൽ ഓഫ് ട്രെയിനിങ് ദാറ്റ് നീഡ്സ് ടു ബി ഇംപാർട്ടഡ് ടു എംപ്ലോയീസ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നേരത്തെ കുട്ടിയുള്ള എക്സ്പെക്ടഡ് അല്ലെങ്കിൽ ആക്ച്വൽ പെർഫോമൻസ്, അതാണ് ശരിക്കും പറഞ്ഞ ഈ ട്രെയിനിങ് വേണോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അവര് ആക്ച്വൽ ആയിട്ടുള്ള പെർഫോമൻസിൽ സ്റ്റാൻഡേർഡ് വരെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് വേണ്ട? എന്താ വേണ്ടാത്തത്? പ്രതീക്ഷിച്ച എക്സ്പെക്ടഡ് പെർഫോമൻസ് തന്നെ അവര് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, ആക്ച്വൽ ആയിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിന്റെ ആവശ്യകതയില്ല? ട്രെയിനിങ്ങിന്റെ ആവശ്യകതയില്ല. ഓക്കെ, ഗുഡ്. അപ്പൊ ട്രെയിനിങ്ങിന്റെ അവിടെ ആവശ്യകതയില്ല അല്ലെ. ഇൻ കേസ് അങ്ങനെയൊന്നും ഇല്ലാത്തവരാകുമ്പോഴാണ് എന്താണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യകത വരുന്നത്. ഓക്കെ, ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ ഡിസൈഡിംഗ് ദ ട്രെയിനിങ് കണ്ടന്റ്, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് ടു ബി യൂസ്ഡ് ടു കണ്ടക്ട് ട്രെയിനിങ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. ഓക്കെ, ഇവിടെ വീണ്ടും പറയുകയാണ് ഈ ഒരു ട്രെയിനിങ് ഇതില് അല്ലെ, ആ സമയത്ത് ആ ട്രെയിനിങ് മെത്തേഡ് എന്തൊക്കെ തരത്തിലുള്ള ടൂൾസുകൾ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം അല്ലെ എന്നൊക്കെ തീരുമാനിക്കാനായിട്ടും ഈ ഒരു ജോബ് അനാലിസിസ് കൊണ്ട് സാധിക്കും. ഓക്കെ, നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടാണ് അവരെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ഇവര് ലോ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് പാക്കേജുകൾ കൊടുക്കുന്നു. ചിലപ്പോൾ ചില മെഷീൻസ് യൂസ് ചെയ്യാനായിട്ടുള്ള വശം കുറവായിരിക്കും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ടൂൾസുകളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് ട്രെയിനിങ് ഒക്കെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഓരോരുത്തരുടെയും ലെവൽ അനുസരിച്ചിട്ട് ചിലർക്ക് എന്താണ് ചിലപ്പോ മെക്കാനിക്കൽ ആയിട്ടുള്ള നോളജ് ഉണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ ട്രെയിനിങ് കൊടുക്കേണ്ടത്. ചിലർക്ക് നമുക്കറിയാം ഒരു നാച്ചുറൽ ആയിട്ടുള്ള നോളജുകൾ അവർക്കുണ്ട്, പുതിയ പുതിയ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാനായിരിക്കും അവർക്ക് പ്രോബ്ലംസ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും അവർക്ക് ആവശ്യം. അപ്പൊ ഓരോന്നും അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി അവർക്ക് അവിടെയുള്ള എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ടും ഇത് അവസരമൊരുക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് തുടർച്ചയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റും. ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അവർ ആക്ച്വൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് വേണ്ടാന്ന് പറഞ്ഞു അല്ലെ. അവരെ കുറച്ചും കൂടി നല്ല ഇച്ചിരി കൂടി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അവർക്ക് എന്താവശ്യമായിട്ട് വരും? എന്തെങ്കിലും കോമ്പൻസേഷൻസ് കൊടുക്കേണ്ടി വരും അല്ലെ. ഇച്ചിരി കൂടി മോട്ടിവേഷൻ എന്തെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇൻഡീഡ് എന്താണ് ജോബ് അനാലിസിസ് പ്ലേസ് എ സിഗ്നിഫിക്കന്റ് വാല്യൂ in deciding the pay package and extra perks and benefits and fixed and flexible employees rewards. ഓക്കെ, അവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള അല്ലെ, നമുക്കറിയാം എപ്പോഴും ഓർഗനൈസേഷൻ അതേപോലെ തന്നെ ആയിരിക്കില്ല റിവാർഡുകളൊക്കെ കൊടുക്കുന്നത്. ചിലപ്പോൾ മാറി മറിച്ചും അല്ലെ എന്തെങ്കിലുമൊക്കെ റിവാർഡുകൾ പാക്കേജുകളിലൊക്കെ വേരിയേഷൻ ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള റിവാർഡുകളെല്ലാം അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ചില ബെനിഫിറ്റ്സുകളെല്ലാം തന്നെ ഇവർക്ക് ലഭ്യമാക്കിക്കൊണ്ട് അല്ലെ. അങ്ങനെ വരുമ്പോൾ ജോബ് അനാലിസിസിൽ ഒരു പ്രധാനപ്പെട്ട റോള് തന്നെയാണ് ഈ ജോബ് അനാലിസിസ് കൊണ്ട് സാധ്യമാക്കുന്നത്. ആർക്കൊക്കെ എന്തൊക്കെ റിവാർഡുകൾ കൊടുക്കാം അല്ലെ എന്നതുകൂടി നിശ്ചയിക്കാനായിട്ട് ജോബ് അനാലിസിസ് കൊണ്ട് സാധിക്കുന്നു. ആഫ്റ്റർ ഓൾ ദ പേ ബാക്ക് പാക്കേജ് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ, ജോബ് ടൈറ്റിൽ ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻവോൾവ്ഡ് ഓൺ എ ജോബ്. ജോബ് അല്ലെ അവിടെ
ജോബിനുള്ളിലാണ് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ചുമതലകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെല്ലാം ഉണ്ട് അല്ലെ. ആ ചിലതൊക്കെ നമുക്കറിയാം പിന്നെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അവരൊക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അല്ലെ, അത് ഉണ്ടാകിയത് തീർച്ചയായിട്ടും എന്താണ് അവരെ അപ്രിസിയേറ്റ് ചെയ്യേണ്ടതാണ് അല്ലെ. അപ്പൊ ഓരോ ജോലിയുടെയും ഭാഗമായിട്ടാണ് ഈ അത്തരത്തിലുള്ള അവാർഡ് പാക്കേജുകൾ തീരുമാനിക്കുന്നത്. ചിലതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതികൾക്കായിരിക്കും അല്ലെ. ചിലർക്ക് നാച്ചുറലി ഇനി എന്താണ് ഇത്രയും ഡ്യൂട്ടി അവർ എന്താണ് പ്രതീക്ഷിച്ചിരിക്കുന്ന ജോലിയേക്കാൾ കൂടുതൽ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ഉണ്ടാകും. പക്ഷെ ചിലതിനൊക്കെ എന്താണ് ഫിക്സഡ് ആയിട്ടുള്ള കോമ്പൻസേഷനേക്കാൾ അപ്പുറം ചില സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെ, ചില പ്രത്യേക കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഉണ്ടാവുന്ന കോംപ്ലിമെന്റ് ആ ഒരു രീതിയിലുള്ള എന്താണ് കോമ്പൻസേഷനുകൾ അവർക്ക് പ്രദാനം ചെയ്യാം. The process directs human resource managers in determining and employs a value for a particular job opening. ഓക്കെ, അപ്പൊ അവിടെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത് അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരത്തിലുള്ള കോമ്പൻസേഷൻ ഇതൊക്കെ തരത്തിലുള്ള കോമ്പൻസേഷനുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെയുള്ള ആ തീരുമാനങ്ങൾ അല്ലെ. ആ പ്രോസസ് ഒക്കെ ഡയറക്റ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ആയിരിക്കും. ഓക്കെ, ആണോ? ലാസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ജോബ് ഡിസൈനിങ് ആൻഡ് റീഡിസൈനിങ്. ഓക്കെ, ജോബ് ഡിസൈനിങ് ആൻഡ് റീഡിസൈനിങ്ങിൽ എന്താ പറയുന്നത്? The main purpose of a job analysis is to എന്താണ് streamline the human efforts and get the best possible output. ഓക്കെ, ഇതൊരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാക്സിമം അവിടെയുള്ള എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് നല്ലൊരു റിസൾട്ട് നേടിയെടുക്കുക അല്ലെ. അതാണ് പ്രധാനമായിട്ടും അവരെല്ലാവരും തന്നെ ഉദ്ദേശിക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും നമുക്കറിയാം ഹ്യൂമന്റെ എഫേർട്ട് അത് മാക്സിമം ആക്കുക അല്ലെ. അതിന് പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇത് ഹെൽപ്പ് ഇൻ ഡിസൈനിങ്, റീഡിസൈനിങ്, എൻറിച്ചിങ്, then evaluating and also cutting back and adding the extra responsibilities in a particular job. അപ്പൊ അതവർക്ക് മനസ്സിലാക്കാം. ഇപ്പോ കുറച്ച് അല്ലെ ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു ജോലി അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ അവിടെയുള്ള തൊഴിലാളികളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ആക്റ്റീവ് ആയിട്ട് പെർഫോം ഒക്കെ നന്നായിട്ട് നിർവഹിക്കുന്നുണ്ടായെങ്കിൽ നമ്മൾ കോമ്പൻസേഷൻ ഒക്കെ വാഗ്ദാനം ചെയ്യും. അതോടൊപ്പം തന്നെ അവരെന്താണ് കുറച്ചും കൂടി എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി അവരെ ഏൽപ്പിക്കും, കുറച്ചും കൂടി ചുമതലകളെ ഏൽപ്പിക്കും അല്ലെ. കാരണം എന്തെങ്കിലും കുറച്ചും കൂടി ചുമതലകളെ ഏൽപ്പിക്കുന്നത് കുറച്ചും കൂടി അവർ ആക്റ്റീവായിട്ട് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്ത് മാക്സിമം അവരിൽ നിന്ന് റിസൾട്ട് നേടിയെടുക്കാൻ അല്ലെ. അപ്പൊ അതോടുകൂടി അല്ലെ ഈ അനാലിസിസ് നടത്തുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആക്റ്റീവ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് വേണമെങ്കിൽ അതൊക്കെ ലഭ്യമാക്കുന്നുണ്ട്. വീണ്ടും കോമ്പൻസേഷൻ ഒക്കെ ലഭ്യമാക്കുന്നു. വീണ്ടും എന്താണ് അവരെ മാക്സിമം റിസൾട്ടിലേക്ക് അല്ലെ ആ ഒരു ഓർഗനൈസേഷന്റെ ഒരു ലക്ഷ്യം മാക്സിമം നേടാൻ വേണ്ടിയിട്ട് എന്താണ് അവർ അഡീഷണൽ ആയിട്ട് അവരെ പതിയെ പതിയെ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏൽപ്പിക്കുന്നു. ദെൻ എന്താണ് അവരെ ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അല്ലെ പുതിയ ആ ഒരു ജോലിയുടെ ഡിസൈനിങ്ങിലൊക്കെ ഒരു വെരിഫിക്കേഷൻ ഒക്കെ വരുത്തി കുറച്ചും കൂടി അല്ലെ ഒന്ന് വികസിപ്പിച്ചു കൊണ്ടുവന്ന് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏൽപ്പിച്ച് അവരെ കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അതും അതോടൊപ്പം തന്നെ കൂടുതൽ ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ 100 ആണ് നിലവിൽ ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി അല്ലെ ഒരു 10 കൂടി കൂട്ടി അല്ലെ അവിടെ എന്താണ് 110 പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർ മാക്സിമം ഒന്നും കൂടി ആ ടാർഗറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. വീണ്ടും അവർക്ക് അല്ലെ എന്തെങ്കിലും കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് അവരൊന്നും കൂടി ഒരു പടിയും കൂടി അവരെ ആക്റ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അല്ലെ അങ്ങനെ ഓർഗനൈസേഷന്റെ മാക്സിമം ലക്ഷ്യത്തിലേക്ക് മാക്സിമം ഔട്ട്പുട്ട് ചെയ്യുന്ന ഭാഗത്തിലേക്ക് അവിടെയുള്ള എംപ്ലോയീസിനെ എത്തിക്കാനായിട്ട് എന്താണ് നമ്മുടെ ജോബ് അനാലിസിസ് കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ആണ് അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മെയിൻ പർപ്പസ് എന്താന്ന് ചോദിക്കുമ്പോഴും നിങ്ങൾ നോട്ട് ചെയ്യുക എന്താണ് ബെസ്റ്റ് പോസിബിൾ ഔട്ട്പുട്ട് അല്ലെ മാക്സിമം ഔട്ട്പുട്ട് നേടിയെടുക്കുക എന്നതാണ് അവരെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. ജോബ് അനാലിസിസിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പോയിന്റ്സുകളും ജസ്റ്റ് ഓർക്കുക. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, പെർഫോമൻസ് അനാലിസിസ്, എന്താണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആൻഡ് ജോബ് ഡിസൈനിങ് ആൻഡ് റീഡിസൈനിങ്. ഓക്കെ അല്ലേ?
ചാപ്റ്റർ നമ്മുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഒരു പുതിയ ചാപ്റ്റർ നമുക്ക് തുടങ്ങി വെക്കാം. ചാപ്റ്ററിന്റെ പേരൊക്കെ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? പറഞ്ഞായിരുന്നു അല്ലേ? മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയീസ് റിലേഷൻസ് ആണ്. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഉദ്ദേശമൊന്നുമില്ല. ഓക്കെ, എങ്കിലും നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. പുതിയ ചാപ്റ്ററിന്റെ പേര് മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയി റിലേഷൻ ആണ്. ചാപ്റ്റർ എടുത്താൽ നമുക്കറിയാം എന്താണ്, ഒരുപാട് നോക്കിപ്പോവാനുണ്ട് അല്ലെ. ഒരുപാട് വലിയ ചാപ്റ്റർ ആണ്. ഇരിക്കേണ്ട, പതിയെ പതിയെ നമുക്ക് നീങ്ങാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തേണ്ട ഒരു ചെറിയ കണ്ടിന്യൂവേഷൻ ഇതിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് ആക്ച്വൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. അതനുസരിച്ചിട്ട് അവർക്ക് അല്ലെ എന്തെങ്കിലുമൊക്കെ കോംപ്ലിമെന്റ് ഒക്കെ, നന്നായിട്ട് ടാർഗറ്റ് ഒക്കെ അറ്റൈൻ ചെയ്തവർക്കൊക്കെ കോംപ്ലിമെന്റ് ഒക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞു അല്ലെ. അവിടെ തീർച്ചയായിട്ടും ഈ കോംപ്ലിമെന്റ് ഒക്കെ കൊടുക്കുന്നത് അല്ലെ, എന്തെങ്കിലും അവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫാക്ഷൻ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അല്ലെ. എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ മാക്സിമം വർക്ക് ചെയ്യാൻ അല്ലെ, മാക്സിമം എഫേർട്ടോട് കൂടിയിട്ട് കാര്യക്ഷമമായിട്ട് തന്നെ അവർക്ക് വർക്ക് ചെയ്യാൻ, അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനാണ്. മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യാൻ അല്ലെ, ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം പരമാവധി സ്പീഡിൽ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പൊ ഇത് തന്നെയാണ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയീസ് റിലേഷൻസിൽ ആ ചാപ്റ്ററിലൊക്കെ ഉടനീളം പറയുന്നത്. എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സ് അല്ലെ, എംപ്ലോയീസിന് ധാരാളം ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ കൊടുക്കുക അല്ലെ, പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കുക. നമ്മൾ പറഞ്ഞ മാതിരി എന്താണ്, ട്രാവലിംഗ് അലവൻസ്, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകൾ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും PF, പ്രൊവിഡന്റ് ഫണ്ട്, ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി, അങ്ങനെ പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ഈ എംപ്ലോയീസിന് ലഭ്യമാക്കിക്കൊണ്ട് അവിടെയുള്ള എംപ്ലോയീസിനെയൊക്കെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുക. അങ്ങനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അവർ മാക്സിമം താല്പര്യത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ മാക്സിമം താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത, അവർക്ക് ആ ഓർഗനൈസേഷന് ധാരാളം റിസൾട്ടുകൾ നേരത്തെ നന്നായിട്ട് തന്നെ ചെയ്യാനായിട്ട്, നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ശരിക്കും മെയിൻ ആയിട്ട് ചാപ്റ്ററിലുള്ളത്. ഓക്കെ, പക്ഷെ ഇതിന്റെ എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സുകൾ ഏതൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ട്, എന്തെങ്കിലും അല്ലെ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ടാക്കിയാൽ അതിന്റെ ഫീച്ചേഴ്സ്, സ്കോപ്പ്, അതായത് തന്നെ ഇമ്പോർട്ടൻസ്, പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പൊ ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാറുള്ളത്. നമുക്ക് തുടങ്ങാം. എംപ്ലോയി ബെനിഫിറ്റ്സ്. ഓക്കെ അല്ലേ, എല്ലാവരും എടുത്തില്ലേ? എല്ലാവരും എടുത്തിട്ടുണ്ട്. എംപ്ലോയി ബെനിഫിറ്റ്സില് കൺസെപ്റ്റ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ് നോക്കാം. എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ ആവശ്യം എന്താണെന്ന് നോക്കാം. എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ ഓൾസോ പോപ്പുലർലി നോൺ ആസ് ഫ്രഞ്ച് ബെനിഫിറ്റ്സ്. ദിസ് ഈസ് എന്താണ് സപ്ലിമെന്റൽ compensation which is paid by an employer to his employee apart from his direct wages and incentives. ഓക്കെ, എന്താണ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? എംപ്ലോയീസ് ഫസ്റ്റ്ലി പറയുന്നത് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആർ ഓൾസോ പോപ്പുലർലി നോൺ ആസ് ഫ്രഞ്ച് ബെനിഫിറ്റ് അല്ലെ. മറ്റൊരു പേരും കൂടി ഇതിനുണ്ട്. സാധാരണയായിട്ട് അറിയപ്പെടുന്നത് എന്താണ്? ഫ്രഞ്ച് ബെനിഫിറ്റ്സ് എന്നാണ്. അതൊക്കെ നോട്ട് ചെയ്യാം. എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് എന്താണ്? ഫ്രഞ്ച് ബെനിഫിറ്റ്സ്.
Then this is a supplemental compensation which is paid by an employer to his employee apart from his direct wages and incentive. അതായത് നമ്മൾ പറയാണ് ഇതെന്താണ് സപ്ലിമെന്റൽ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആണ് അല്ലെ. അവർക്ക് സാധാരണ രീതിയിൽ എംപ്ലോയർ എന്താണ് എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നുണ്ട് അല്ലെ. അവർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അനുസൃതമായിട്ടുള്ള സാലറി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ കൂടാതെ അവരുടെ ഡയറക്റ്റ് വേജസിന് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന പാരിതോഷികങ്ങളെല്ലാമാണ് എന്തെന്ന് പറയുന്നത് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഡാഷ് അല്ലെ, ഡാഷ് ഇസ് സപ്ലിമെന്റൽ കോമ്പൻസേഷൻ എന്നൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ നോക്കാം എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആണ്. ദിസ് ഈസ് എ സപ്ലിമെന്റൽ കോമ്പൻസേഷൻ വിച്ച് ഈസ് പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി അപ്പാർട്ട് ഫ്രം ഹിസ് ഡയറക്റ്റ് വേജസ് ആൻഡ് ഇൻസെന്റീവ്സ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള വേജസിനും ഇൻസെന്റീവ്സിനും പുറമെ കൊടുക്കുന്ന സപ്ലിമെന്റൽ ആയിട്ടുള്ള കോമ്പൻസേഷനുകളെയാണ് എന്തെന്ന് പറയുന്നത്, ഇതെന്നാ പറയണേ okay, friendship benefits അല്ലെങ്കിൽ employees benefit എന്ന് പറയുന്നത്. Okay, then these are granted as assistance or additional facilities to the employees by the employer either voluntarily or be as a legal requirement or as a part of a collective negotiated agreement. ഓക്കെ, ചിലപ്പോഴൊക്കെ എംപ്ലോയർ എന്താണ് സ്വമേധയാ വോളണ്ടിയർലി കൊടുക്കുന്ന കുറെ ബെനിഫിറ്റുകളുണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരു നന്നായിട്ട് ടാർജറ്റ് അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അന്ന് നിങ്ങൾക്ക് ഒരു ട്രിപ്പും ഉണ്ടാവും അല്ലെങ്കിൽ ഫുഡ് വാങ്ങിച്ചത് അല്ലെ. എന്തെങ്കിലും ചെറിയ ചെറിയ കോംപ്ലിമെന്റ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്താണ് നമുക്കറിയാം ഇങ്ങനെ ഫെസ്റ്റിവൽ സീസൺ അല്ലെ, ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഡേ അല്ലെ, അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡേ ആസ്വദിക്കാനൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസസ്, അങ്ങനെ പലതരത്തിലുള്ള ചെറിയ ചെറിയ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ അതൊക്കെ വോളണ്ടറി ആണ്. സ്വമേധയാ ആര് കൊടുക്കുന്നതാണ്, തൊഴിലുടമ തൊഴിലാളിക്ക് വേണ്ടി കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ്. ശരിയാണോ? ശരിയല്ലേ? ഓക്കെ, അതേമാതിരി തന്നെ ലീഗൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ട് അല്ലെ. ഇത്രയും പേഴ്സൺസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് PF വേണം, മെഡിക്കൽ ഇൻഷുറൻസിന്റെ അംഗത്വം വേണം, അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ലീഗൽ ആയിട്ടുള്ള ഇൻഷുറൻസ്, ലീഗൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളുമുണ്ട്. ഓക്കെ, ഇപ്പൊ വോളണ്ടറി സ്വമേധയായി എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതുണ്ട്. ഒപ്പം തന്നെ എന്താണ് ലീഗലി അല്ലെ, നിയമപരമായിട്ടും ഇത്രയും അംഗങ്ങളിൽ കൂടുതൽ വർക്കേഴ്സ് ഉള്ള സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ അല്ലെ അവർക്ക് ബെനിഫിറ്റുകൾ കൃത്യമായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും. അത്തരത്തിലുള്ള ആസ് എ ലീഗൽ റിക്വയർമെന്റ്സും ഉണ്ട്. ദെൻ ആസ് എ പാർട്ട് ഓഫ് എ കളക്റ്റീവ് നെഗോഷിയേറ്റഡ് എഗ്രിമെന്റ്, അവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഇനി മറ്റൊരു കാര്യം പറയുന്നത് അല്ലെ, വോളണ്ടറി അല്ലാതെയും ഇത് ലീഗലും അല്ലാതെ തന്നെ വേറൊരു കാര്യമുണ്ട്. ചിലപ്പോഴൊക്കെ എന്താണ് എംപ്ലോയർ ഈ പറഞ്ഞോളം ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാൻ തയ്യാറാവാത്തവരും ഉണ്ടാവും. എല്ലാ തൊഴിലുടമയും ആനുകൂല്യം കൊടുക്കാനായിട്ട് തയ്യാറാവണമെന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് അവർ കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുക, വില പേശിയിട്ട് അല്ലെ അവരുടേതായിട്ടുള്ള കുറച്ച് ബെനഫിഷ്യൽ പാക്കേജുകളൊക്കെ നേടിയെടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോഴൊക്കെ ട്രേഡ് യൂണിയന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ഇവര് എന്താണ് അവിടെ എന്താണ് എംപ്ലോയറിനെ സമീപിച്ച് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. ക്ലിയർ ആണോ? അത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3 തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട്. ഒന്ന് സ്വമേധയാ എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ട്, മറ്റൊന്ന് ലീഗലി ലഭ്യമാക്കേണ്ടതുണ്ട്. തേർഡ് പറയുന്നത് ആസ് പാർട്ട് ഓഫ് കളക്റ്റീവ് നെഗോഷിയേറ്റഡ് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ അവിടെ എന്താണ് അവിടെ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വില പേശി തന്നെ എന്താണ് ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു എഗ്രിമെന്റ് നേടിയെടുത്ത് എന്താണ് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ നേടിയെടുക്കുന്ന തരത്തിലുമുള്ള എന്താണ് ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട്. ഓക്കെ അല്ലേ? 1-2 പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ മറ്റൊരു പേര് എംപ്ലോയീസ് ബെനിഫിറ്റ്സിന്റെ പേര് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. അതോടൊപ്പം തന്നെ ഇതൊരു സപ്ലിമെന്റൽ കോമ്പൻസേഷൻ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. തേർഡ് വൺ എന്ന് പറയുന്നത് പലതരത്തിലുള്ള എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ഉണ്ട്. വോളണ്ടറി, ആസ് ലീഗൽ റിക്വയർമെന്റ്സ് ആൻഡ് ആസ് എ പാർട്ട് ഓഫ് കളക്റ്റീവ് എന്താണ് നെഗോഷിയേറ്റഡ് എഗ്രിമെന്റ്. അല്ലേ?
സെക്കൻഡ് ഇതിലേക്ക് പോവുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഗ്രേഡ് ഡെസ്ലർ അല്ലെ, അക്കോർഡിംഗ് ടു ഗ്രേഡ് ഡെസ്ലർ അവരുടെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് എംപ്ലോയീസ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് പറയുകയാണ്. അവിടെ പറയുന്നത് എന്താണ്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ ഡിഫൈൻഡ് ആസ് ഇൻഡയറക്റ്റ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ പേയ്മെന്റ്സ് എംപ്ലോയീസ് റിസീവ്സ് ഫോർ കണ്ടിന്യൂയിങ് ദർ എംപ്ലോയ്മെന്റ് വിത്ത് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനിൽ കണ്ടിന്യൂ ആയിട്ട് എംപ്ലോയി അല്ലെ അവിടെയുള്ള തൊഴിലാളി തൊഴിൽ എടുത്തതിന് ഒരു അംഗീകാരം എന്ന നിലയിൽ അല്ലെ ഇവിടെ കൊടുക്കുന്ന പാരിതോഷികങ്ങളാണ്. അതായത് ഇൻഡയറക്റ്റ് ഒരു ഡയറക്റ്റ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ പേയ്മെന്റ്സ് നമുക്കറിയാം. എന്താണ് പരോക്ഷമായിട്ട് ലഭ്യമാക്കുന്ന കൊടുക്കുന്ന അവിടെയുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന എന്താണ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ അല്ലെ, നമ്മള് സാലറി വേജസ് ഒക്കെ കൂട്ടി കൊടുക്കുക എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളാണ്. ഓക്കെ, അതേസമയം നമുക്കറിയാം ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ സാലറി എല്ലാവർക്കും കൂട്ടി കൊടുക്കുന്ന അല്ലാത്ത തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള നോൺ ഫിനാൻഷ്യൽ ഉള്ള പേയ്മെന്റ്സും എന്താണ് എംപ്ലോയീസ് ലഭ്യമാക്കുന്നു അല്ലെ. അക്കോർഡിംഗ് ടു ദിസ് Fringe benefits are defined as indirect financial and non-financial payments employees received for എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്? ഫോർ കണ്ടിന്യൂയിങ് ദർ എംപ്ലോയ്മെന്റ് വിത്ത് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിൽ ഇത്രയും നാളും അവരോടൊപ്പം വർക്ക് ചെയ്യുന്നതിന്റെ പാരിതോഷികമായിട്ടാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു വില്യം ബി വെദർ ഇറ്റ് ആർ അല്ലെ. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ എന്താണ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് അല്ലെ. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നതിൽ ഇപ്പൊ ഒരുപാട് ഉണ്ട്. എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ഉണ്ട്, എംപ്ലോയീസ് റിലേഷൻസ് ഉണ്ട്, ട്രേഡ് യൂണിയനുകളുണ്ട്, കളക്റ്റീവ് ബാർഗെയിൻ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ടോപ്പിക്കുകളുണ്ട്. ഈ ടോപ്പിക്കുകളിലെല്ലാം തന്നെ എന്താണ് ആരെങ്കിലും ഡിഫൈൻ ചെയ്യുന്നുണ്ടാവും. എന്താണ് ട്രേഡ് യൂണിയൻ അല്ലെ, ആരെങ്കിലും പേരിലൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരുപാട് ഇതുണ്ടാവും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ തന്നിട്ട്, നമുക്കറിയാം ബൈ ഹാർട്ട് ആയിട്ട് ഡെഫിനേഷൻസ് ഒന്നും ചോദിക്കില്ല, പക്ഷെ ഏതെങ്കിലും ഡെഫിനേഷൻ തന്നിട്ട് ഇതാരാണ് ഈ ഒരു ഡെഫിനേഷൻ ലഭ്യമാക്കിയത് എന്നുള്ള കാര്യം ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ആ പേരുകൾ മസ്റ്റ് ആയിട്ടും പഠിക്കാം. അക്കോർഡിംഗ് ടു ഗ്രേഡ് ഡെസ്ലർ. കേളേ ജസ്റ്റ് വായിച്ചു നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ എന്താ പറഞ്ഞെന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ ഫസ്റ്റ് ഡെഫിനിഷൻ എന്താന്നുള്ളത് നോക്കാം. ാണ് വെച്ചോക്കിയോ? നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു വില്യം ബി വെർത്തൻ അല്ലെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? Fringe benefits embrace a broad range of benefits and services that employees receive as a part of their total compensation packages. ഒരു ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജിന്റെ ഭാഗ്യമായിട്ട് അല്ലെ, ഒരു മൊത്തം കോമ്പൻസേഷൻ പാക്കേജിന്റെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സുകളെയാണ് എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എംപ്ലോയീസ് എ ബ്രോഡ് റേഞ്ച് ഓഫ് ബെനിഫിറ്റ്സ് അല്ലെ, ഒരു വിശാലമായിട്ടുള്ള ബെനിഫിറ്റ്സുകളാണ് അവിടെയുള്ള എംപ്ലോയീസിന് ലഭ്യമാക്കുന്നത്. ആൻഡ് സർവീസ് ദാറ്റ് എംപ്ലോയീസ് റിസീവ് ആസ് എ പാർട്ട് ഓഫ് ദിയർ ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജസ്. അവരുടെ കോമ്പൻസേഷൻ പാക്കേജിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ സർവീസിനും അവരുടെ ഡ്യൂട്ടിക്ക് അനുസൃതമായിട്ടുള്ള ബ്രോഡ് റേഞ്ചിൽ ഓഫുള്ള ബെനിഫിറ്റ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഓക്കെ, എന്താണ് കോമ്പൻസേഷൻ പാക്കേജസ് ആണ് അല്ലെ, ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജസ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു കോക്മാൻ, എന്താണ് കോക്മാന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ് ആർ ദോസ് ബെനിഫിറ്റ്സ് which are provided by an employer to or for the benefit of an employee and which are not in the form of wages, salaries and time related payments. Okay, അതായത് ഡ്യൂട്ടിയുടെ ഭാഗമല്ലാതെ അല്ലെ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ദോസ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ബൈ an employer. ആരാണ് കൊടുക്കുന്നത്? എംപ്ലോയർ. ആർക്ക് വേണ്ടിയിട്ടാണ്? എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ടു or for the benefit of an employee and which are not in the form of wages. നമുക്കറിയാം ബേസിക്കലി ഇവർക്കൊരു വേജസ് ഉണ്ട് അല്ലെ. ഈ വേജസിന് അപ്പുറമാണ്, അല്ലെങ്കിൽ ഈ വേജസിന് അല്ലെങ്കിൽ സാലറിക്ക് അപ്പുറം അല്ലെ എന്തെങ്കിലും പേയ്മെന്റ്സുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. എന്താണ്? വിച്ച് ആർ നോട്ട് ഇൻ ദ ഫോം ഓഫ് വേജസ് ആൻഡ് സാലറീസ്. സാലറിയുടെയോ വേജിന്റെയോ രീതിയിലല്ല ഇത് കൊടുക്കുന്നത്, അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ് പാക്കേജസ് ആണ് എങ്കിൽ അതിനെ പറയുന്നതാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. അത് ആരാണ് അഭിപ്രായപ്പെട്ടത്? ആരാ അഭിപ്രായപ്പെട്ടത്? ഓക്കെ, അപ്പൊ 3 പേരുടെയും പേര് പഠിച്ചോ? ഗ്രേറ്റസ്റ്റ് ലാറ, വില്യം ബി വർത്ത്. ഓക്കെ അല്ലേ? ഒന്ന് കോമ്പൻസേഷൻ പാക്കേജസ് ആണെങ്കിൽ മറ്റൊന്ന് എന്താണ്? ബെനിഫിറ്റ്സ് ഓൺ എംപ്ലോയി വിച്ച് ആർ നോട്ട് ഇൻ ദ ഫോം ഓഫ് വേജസ്. വേജസ് ഒന്നും അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ അതിനെല്ലാം എന്തെന്ന് പറയാം? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയും. ഇനി ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സിലേക്ക് പോകാം. ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ. നമ്മൾ കണ്ടതാണ്. എന്താണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? സാലറിയോ വേജസോ അല്ലാതെ എന്തെങ്കിലും കോമ്പൻസേഷൻ ആണ് അല്ലെ. എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ the forms of additional compensation that an employee receives in addition to his or her basic wages and salary. Basic ആയിട്ടുള്ള വേജസിനും സാലറിക്കും അപ്പുറമായിട്ട് എന്തെങ്കിലും കോമ്പൻസേഷൻ, അഡീഷണൽ കോമ്പൻസേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ. അല്ലേ? നെക്സ്റ്റ് നോക്കാണ് ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ. എന്താണ് ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്? As these compensation are generally extended as an employment condition and are not directly related with the performance of the employees, hence they are referred to as indirect compensation. Okay, ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വേജസിന്റെയോ സാലറിയുടെയോ ഒപ്പം വരുന്ന ഇത്തരത്തിലുള്ള കോമ്പൻസേഷനുകൾ ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയീസിന്റെ ഒരുപക്ഷെ ചിലപ്പോ വേണമെങ്കിൽ എംപ്ലോയീസിനെ നേരിട്ട് അങ്ങോട്ട് ബന്ധപ്പെടുത്താതിരിക്കില്ല. ചിലപ്പോ ആണെങ്കിൽ ലീവ് അല്ലെ. ഇപ്പൊ ഒരു ഇത്രയും ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടേഴ്സിലൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് ഒക്കെ നടത്തി ഡ്യൂട്ടിയിൽ കഴിയുമ്പോൾ ഒരു ലീവ് വേണം എന്നൊക്കെ ആവശ്യപ്പെടും അല്ലെ. അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് ലീവിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഇവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ ലഭ്യമാക്കും. അങ്ങനെയുള്ള കോമ്പൻസേഷൻ ഉണ്ടാവും ലീവ്. അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെ ഒരു കോമ്പൻസേഷൻ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ അല്ലെ. This compensation are generally extended as the employment condition as the and not directly related. Direct ആയിട്ട് അവിടെ റിലേറ്റ് ചെയ്യുന്നില്ല. അതേമാതിരി തന്നെ എന്താ പറയുന്നത്? വിത്ത് പെർഫോമൻസ് ഓഫ് എംപ്ലോയി, ഹെൻസ് ദേ ആർ റെഫേർഡ് ടു ആസ് ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ. അതുകൊണ്ടാണ് ഇതിനെ എന്താ പറയുന്നത്? ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് വേജസിലോ സാലറിയിലോ ഉൾപ്പെടുത്താതെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അവരുടെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള HRM ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എംപ്ലോയറുടെ ഇതിലെ അത് ബോധിപ്പിക്കും.
ഇന്ന കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ളതൊക്കെ HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഇന്ന കാര്യങ്ങളൊക്കെ എന്താണ് അവരുടെയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ടാണ് എംപ്ലോയർ ഓക്കെ ഒരു ഡിസിഷനിലേക്ക് ക്ലിയർ ആയോ? പിന്നെ ഏതൊക്കെ രീതിയിലാണെന്നുള്ളതും നമുക്കറിയാം. ഇതിന്റെ ടൈപ്പ് ഓഫ് ഇതിലൊക്കെ പഠിക്കാൻ കേട്ടോ. നിങ്ങള് ഒറ്റയടിക്ക് പഠിച്ചു തീരില്ല. എല്ലാ ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ്സുകളൊക്കെ ഉണ്ട് ഇവിടെ. ഏതൊക്കെ രീതിയിലുള്ള ബെനിഫിറ്റുകളാണ് കൊടുക്കണേ എന്നുള്ള കാര്യങ്ങൾ അല്ലെ. അവിടെ പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ് ടൈമായി ബന്ധപ്പെട്ട് വരുന്നതുണ്ട്. സെക്യൂരിറ്റി അവരെ എന്താണ് സെക്യൂരിറ്റി അവരുടെ ജോലി സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട്. സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻ ഉണ്ട്. വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ് അല്ലെ. അപ്പൊ ഇതില് പറയുന്നുണ്ട് ഹൗസിംഗ്, ക്യാൻറ്റീൻ, കൺസ്യൂമർ സൊസൈറ്റീസ്, ക്രെഡിറ്റ് സൊസൈറ്റീസ്, അങ്ങനെയൊക്കെയുള്ള കുറെ കോമ്പൻസേഷനുകളൊക്കെ അവർക്ക് എന്താണ് ഫ്രിഡ്ജ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നു. ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അല്ലെ. ഇതൊക്കെ എന്താണ് പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകളാണ്. ചിലതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആണ്, ചിലതൊക്കെ വോളണ്ടറി ആണ്, ചിലതൊക്കെ ചിലപ്പോൾ ആക്റ്റീവ് ബാർഗെയിനിങ് നടത്തി നേടിയെടുക്കേണ്ടതായിട്ടും വരും. തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ മാനേജ്മെന്റിനെ കൃത്യമായിട്ട് എന്താണ് എംപ്ലോയറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കുന്നത്. ക്ലിയർ ആയോ? ഒരു ചെറിയ ഐഡിയ കിട്ടിയോ? അപ്പൊ നമ്മൾ കണ്ടത് എന്താണ്? ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ അല്ലെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോസ്റ്റ് ഫോർ എംപ്ലോയേഴ്സ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റിന്റെ കാര്യം ചെലവുണ്ടാവും അല്ലെ. നോക്കാം. എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആർ എ കൈൻഡ് ഓഫ് ലേബർ കോസ്റ്റ് ഫോർ ദ എംപ്ലോയേഴ്സ്. These benefits are the expenditure that the employer incur in addition to the basic wage. ഓക്കെ, നമുക്കറിയാം ഈ കോസ്റ്റ് മെയിൻ ആയിട്ട് മുടക്കുന്നത് എംപ്ലോയർ ആണ് അല്ലെ. എംപ്ലോയർ എന്തിനു വേണ്ടിയിട്ട് ഇത് മുടക്കുന്നത്? എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടുള്ള ബേസിക് പേയ്ക്ക് പുറമെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ചെലവാണ് അല്ലെ. അത് എക്സ്പെൻഡിച്ചർ തന്നെയാണ്. തീർച്ചയായിട്ടും എന്താണ് അഡീഷണൽ ആയിട്ടാണ് എംപ്ലോയിക്ക് ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ ആര് ലഭ്യമാക്കുന്നത്? ആര് ലഭ്യമാക്കുന്നത്? ആരാ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്നത്? എംപ്ലോയേഴ്സ്. ഓക്കെ, ഓക്കെ അല്ലേ? പോയിന്റ്സ് ഒക്കെ ആണോ? ഓക്കെ, 3 പോയിന്റ്സ് ഒക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. നമുക്ക് ക്ലിയർ അല്ലെങ്കിൽ ഇതിനോട് എന്തെങ്കിലും ചോദിക്കാട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം. ജസ്റ്റ് വായിച്ചു നോക്കി. ഓക്കെ ആണോ? അടുത്ത പോയിന്റിലേക്ക് പോകാം. സ്റ്റിമുലേറ്റീവ് വർക്ക് ഇൻട്രസ്റ്റ്. സ്റ്റിമുലേറ്റീവ് വർക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു അല്ലെ. ആരെ പ്രേരിപ്പിക്കുന്നു? ആരെ പ്രേരിപ്പിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ആരെയായിരിക്കും? എംപ്ലോയീസിനെ പ്രേരിപ്പിക്കും അല്ലെ. എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ നോട്ട് അവാർഡഡ് awarded to the employees for their performance. Okay, അവര് എന്താണ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആർ നോട്ട് അവാർഡഡ് ടു ദ എംപ്ലോയീസ് ഫോർ ദെയർ പെർഫോമൻസ്. അവിടെ എന്താണ് ചിലപ്പോൾ വേണമെങ്കിൽ അവാർഡ് ഒന്നും കൊടുക്കണമെന്നില്ല. തീർച്ചയായിട്ടും എന്താണ് പ്രധാനമായിട്ടും അവരെ പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും അല്ലെ. അവിടെ എടുത്തു പറയുന്ന കാര്യം എന്താണ് നോക്കാം. അത് ഇറ്റ് എയിംസ് ടു സ്റ്റിമുലേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദെയർ
respective work so as to make their jobs more attractive and productive for them. അല്ലെ, അവിടെ നന്നായിട്ട് തന്നെ അല്ലെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വർക്ക് നല്ല മൂല്യത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ അല്ലെ മറ്റുള്ളവരെയും ആകർഷിക്കത്തക്ക വിധത്തിൽ ജോലി ചെയ്യാനായിട്ട് അല്ലെ അവർക്ക് പ്രേരക ഘടകം ചെയ്യുക അല്ലെ എന്തെങ്കിലും ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ ലഭിക്കുമ്പോൾ എന്താണ് അവർക്ക് ജോലി ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഉത്സാഹമായിരിക്കും. കാരണം നമുക്കറിയാം അവരെ എന്റർടൈൻമെന്റ് ചെയ്യുന്ന പല കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജോലി ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ് അവരെ കൊണ്ട് മാക്സിമം എഫേർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് തയ്യാറാകും. Then this result is their increased earnings and extra wages. നമുക്കറിയാം എന്താണ് ഇവരിങ്ങനെ കൂടുതൽ ചെയ്യുമ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള വേജസും കാര്യങ്ങളൊക്കെ കൂടുതൽ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ എന്താ പ്രത്യേകത, അവർ മാക്സിമം വർക്ക് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് എക്സ്ട്രാ വേജസ് അല്ലെങ്കിൽ ഏർണിങ്സ് ഒക്കെ ലഭ്യമാകും. ചെയ്യണോ? ചെറിയ പോയിന്റ്സ് ആണ്. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഓക്കെ, അവർക്ക് കൂടുതൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുമ്പോൾ എന്താ പ്രത്യേകത, അവർക്ക് കുറച്ചും കൂടി അല്ലെ സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നു അല്ലെ. എംപ്ലോയി ബെനിഫിറ്റ്സ് ഏരിയന് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. റൈസിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ സ്റ്റാൻഡേർഡ് ജീവിത നിലവാരം ഉയർത്താനായിട്ട് എന്ത് സഹായിക്കുന്നു? എംപ്ലോയീസ് ബെനിഫിറ്റ്സ് സഹായിക്കുന്നു. നമുക്കറിയാം സാധാരണ രീതിയിലുള്ള സാലറിക്ക് അപ്പുറമാണ് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നത് അല്ലെ. അപ്പൊ അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനായിട്ടും സാധിക്കുന്നു. പെയ്ഡ് ടു ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും ലഭ്യമാകുന്നു അല്ലെ. എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ പെയ്ഡ് ടു ഓൾ ദ എംപ്ലോയീസ് ഓഫ് ദ കമ്പനി ഇൻ അക്കോർഡൻസ് ടു ദെയർ മെമ്പർഷിപ്പ്. ഓക്കെ, അവിടെ മെമ്പർഷിപ്പ് ആയിട്ടുള്ള എല്ലാ എംപ്ലോയീസിനും ഇപ്പൊ ഒരു ടൂറൊക്കെ സംഘടിപ്പിക്കുമ്പോൾ കുറച്ച് പേര് വരണ്ട നിങ്ങളെ കൊണ്ടുപോകുന്നതൊക്കെ പറഞ്ഞിട്ടാണോ കൊണ്ടുപോകുന്നത്? അല്ല, എല്ലാവരെയും ഇങ്ങനെ കൊണ്ടുപോകും അല്ലെ. എല്ലാവർക്കും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ സാലറി കൂട്ടി കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും ഒരേപോലെയാണ് ഇതിന് കൈകാര്യം ചെയ്യുന്നത്. ലാസ്റ്റ് വേണം സ്റ്റാറ്റ്യൂട്ടറി ഓർ വോളണ്ടറി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എംപ്ലോയീസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിയമപ്രകാരമായിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്, സ്വമേധയെ കൊടുക്കുന്ന ബെനിഫിറ്റും ഉണ്ട് അല്ലെ. എംപ്ലോയീസ് ബെനിഫിറ്റ്സ് പോസസ് both the characteristics of statutory as well as voluntary benefits. അത് നിയമപരമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട്, അതോടൊപ്പം തന്നെ സ്വതന്ത്രമായി ലഭ്യമാകുന്ന ബെനിഫിഷ്യൽ പാക്കേജുകളും ഉണ്ട് അല്ലെ. നിയമപരമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം PF എന്താണ്, അതേമാതിരി തന്നെ ഗ്രാറ്റുവിറ്റി ഇതൊക്കെ നിയമപ്രകാരമായിട്ട് അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. അതേസമയം സ്വമേധയുള്ള അല്ലെ വോളണ്ടറി ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ട്രാവലിംഗ് അലവൻസ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകൾ ഇതൊക്കെ സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ് വോളണ്ടറി സ്വമേധിയ എംപ്ലോയിക്ക് ലഭ്യമാകുന്ന ബെനിഫിറ്റുകളാണ്. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ് ഈസ് എ വോളണ്ടറി ബെനിഫിറ്റ് വിച്ച് പ്രൊവിഡന്റ് ഫണ്ട് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്. ട്രാൻസ്പോർട്ട് അല്ലെ ട്രാവലിംഗ് അലവൻസ് എന്നൊക്കെ പറയുന്നത് സ്വമേധയ എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ് എങ്കിൽ PF എന്നൊക്കെ പറയുന്നത് ഒരു നിയമപരമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണ്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് പോകാം. ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ഓക്കെ ആണോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.